ഗുഡ് വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ബന്നാർക്കട്ടെ നിയർ ബൈ ആണ് ഈ ഒരു ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബന്നാർക്കട്ടെ സൂവും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒക്കെ നിയർ ബൈ തന്നെയാണ്. ഏകദേശം 2007 ഇത് ഇനാഗ്രേഷൻ ഇതിൻ്റെ കഴിഞ്ഞത്. ഏകദേശം 2.5 ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 50 രൂപയാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീസായിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ബട്ടർഫ്ലൈസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവരതൊരു എന്താ പറയുക, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അവർ ബട്ടർഫ്ലൈസിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുള്ളൊരു പ്ലേസ്, ബട്ടർഫ്ലൈസിനെ വളർത്താനുള്ളൊരു പ്ലേസായിട്ട് അവരത് സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ പുറത്ത് നല്ല അടിപൊളിയായിട്ട് ഗ്രീനറി ആയിട്ട് അവർ ചെയ്തെടുത്തിട്ടുണ്ട്. നടക്കാനും ഇരിക്കാനും കളിക്കാനും ഒക്കെയുള്ളൊരു സ്ഥലമുണ്ട്. കുട്ടികൾക്കായിട്ട് ചെറിയൊരു പ്ലേ ഏരിയ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡും മോളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മോള് നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് നടന്ന് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ കുട്ടി പാർക്ക് ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെറിയ പാർക്കാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വേണ്ട എന്നുവെച്ചാൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല ബട്ടർഫ്ലൈസിനെ നോട്ട് ഔട്ട് ചെയ്യാൻ കഴിയും. എല്ലാ സമയത്തും ബട്ടർഫ്ലൈസ് ഉണ്ടാവും, പക്ഷേ റെയർ ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനൊക്കെ കാണണമെങ്കിൽ നമുക്കും കുറച്ച് ഭാഗ്യം വേണം. ചില ബട്ടർഫ്ലൈസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ചില റെയർ ആയിട്ടുള്ളതെല്ലാം നല്ല മാതിരി വസന്തം, നല്ലപോലെ പൂവിടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് കൂടുതൽ ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാൻ സാധിക്കാം. റെയർ ആയിട്ടുള്ളതിനെയൊക്കെ ആ സമയത്താണ് കാണാൻ സാധിക്കുക. പിന്നെ നമുക്ക് നല്ല ക്ഷമ വേണം കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാ ചുറ്റിയടിച്ച് നടന്നു പോകാനാണെങ്കിൽ വലിയ കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാനൊന്നുമില്ല. മാത്രമേ വെച്ചാൽ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെ കുറച്ച് പൂമ്പാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതാണ്, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കതൊരു ഇൻട്രസ്റ്റോടു കൂടി നമുക്കത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയമെടുത്ത് പീസ്ഫുള്ളായിട്ട് ഓരോ ചെടിയുടെ ഇടയിലും സൈഡിലും ഒക്കെ നോക്കണം. കാരണം വെച്ചാൽ ഇത് അവർ വളർത്തുന്ന ഒരു സംഭവമൊന്നും അല്ലല്ലോ. അപ്പോൾ അവർ എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈസ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളത് സൂം ചെയ്ത് കാണണമെങ്കിൽ നമുക്കത് കാണാനുള്ളൊരു ക്ഷമയും സാവകാശമൊക്കെ ഉണ്ടെങ്കിലേ പറ്റും. അല്ലാതെ ചുമ്മാ ഓടിപ്പോയിട്ട് ഇതിപ്പോൾ എന്താ കാണാൻ മാത്രം ഉള്ളത് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് പറ്റാത്തൊരു സ്ഥലമായിരിക്കും. അതല്ല, ഇതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് ക്ഷമയോടെ ഇതൊക്കെ നോക്കി കാണാനുള്ളൊരു ക്ഷമയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ ചെന്ന സമയത്ത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിനൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ഇതിന് മുമ്പും ഞാനിവിടെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ പാർക്കിൽ പോകുന്നത്. ഫസ്റ്റ് ടൈം കണ്ട അത്രയും ബട്ടർഫ്ലൈസിനെ ഞാൻ ഈ പ്രാവശ്യം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു വസന്ത സമയം അല്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ അധികം പൂവും ചെടികളൊക്കെ കുറവായിരുന്നു. ഞാൻ അന്ന് വന്ന സമയത്ത് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ആ ഒരു ബട്ടർഫ്ലൈസിൻ്റെ നെസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. മുകളിലാണ് അവരത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ഒരു രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കണ്ടോ. പിന്നെ റെയർ ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. പിന്നെ നമുക്ക് നല്ല ക്ഷമ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നല്ല റഷായിരിക്കും. ഒരുപാട് റഷ് ഉണ്ടെങ്കിൽ അങ്ങനെ ബട്ടർഫ്ലൈസ് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ അവർ നമ്മളെ പേടിച്ചിട്ട് ഒളിച്ചിരിക്കുമല്ലോ. അപ്പോൾ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. അത് നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അധികം സംസാരിക്കുകയൊന്നും ചെയ്യാതെ സൈലൻ്റ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആണെങ്കിൽ അവർ നമ്മുടെ മുന്നിൽ വിസിബിളായിട്ട് വരുന്നതായിരിക്കും. ഞാൻ ചെന്ന സമയത്ത് ഭയങ്കര റഷായിരുന്നു. ആൾക്കാരും കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ബഹളവും ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ബട്ടർഫ്ലൈസ് ഒന്നും വരുന്നേ ഉണ്ടായിരുന്നില്ല. തീരെ മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. ഞാനിങ്ങനെ ബട്ടർഫ്ലൈസ് എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ബട്ടർഫ്ലൈസ് നമ്മൾ കണ്ടിട്ടുള്ള ബട്ടർഫ്ലൈസ് തന്നെയാണ്. അതിനെ പിന്നെ റിപ്പീറ്റഡ്ലി ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈസിനെ കാണാനായിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ഇപ്രാവശ്യം നോട്ട് ഔട്ട് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ബട്ടർഫ്ലൈസിനൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഒരുപാട് സ്ഥലവും എന്ന് വെച്ചാൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് ബട്ടർഫ്ലൈസിനെ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ പുറത്തേക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. കുറച്ച് നടക്കാം, ഇരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതുണ്ട് എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിലാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഉള്ളത്. അപ്പോൾ നമ്മൾ നല്ല ക്ഷമയോടുകൂടി ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത്
ഇങ്ങനെ വെക്കണം, എങ്കിൽ അവൻ നല്ലപോലെ പോസ് ചെയ്ത് തരും. ഇല്ല നമുക്ക് ക്ഷമയൊന്നും ഇല്ലെങ്കിൽ പുള്ളിക്കാരെ ജെറ്റ് പറക്കുന്ന പോലെ പറക്കും. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ഷമയോടൊക്കെ ചെയ്യുകയാണെങ്കിൽ കിട്ടും. പിന്നെ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു ഞാൻ ചെന്ന സമയത്ത്. അപ്പോൾ ഒരുപാട് ശബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അത് പേടിച്ചിട്ടായിരിക്കും മേ ബി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്ത് കളിക്കുകയായിരുന്നു. ഈ ഒരു ബട്ടർഫ്ലൈ കാണുന്നുണ്ടല്ലോ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതിനെ ഒരുപാട് എണ്ണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ റിപ്പീറ്റഡ്ലി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അല്ലാതെ റെയറായിട്ട് വെറൈറ്റി ആയിട്ടുള്ളതൊന്നും അധികം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണോ ചോദിച്ചാൽ, എന്താ പറയുക, കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ലപോലെ കാണാനൊക്കെ സാധിക്കും. അതല്ല ഒരുപാട് ആൾക്കാരൊക്കെ കാണാനുണ്ട്, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ടൈമാണെങ്കിൽ അധികം ബട്ടർഫ്ലൈ വിസിബിലിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ സാധാരണ കാണുന്ന ബട്ടർഫ്ലൈസ് ഉണ്ടാവില്ല, നമ്മളിപ്പം നാട്ടിൻപുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ചില കളർ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ റെയറായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ കിട്ടാൻ ഇച്ചിരി ഭാഗ്യം കൂടി വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് അവർ പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഈ ഒരു ബട്ടർഫ്ലൈസിനൊക്കെ നമ്മൾ പുറത്തും കണ്ടിട്ടുള്ളതല്ലേ, നമ്മൾ നാട്ടിലൊക്കെ നോക്കിയാലും ഈ ഒരു കളർ കോംബോ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് എനിക്കത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ എന്താ, നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കാണാം. പിന്നെ അവർ ഫേക്ക് വാട്ടർഫോളൊക്കെ അവർ അതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നമ്മളൊന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആൾക്കാർക്ക് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ, ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനതിൽ വന്നപ്പോൾ കണ്ടത് മിക്കവരും ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നവരായിട്ടല്ല തോന്നിയത്. ജസ്റ്റ് ചുമ്മാ കയറി നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങ് പോകുന്നവരായിട്ടാണ് ഞാൻ കണ്ടത്. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, 50 രൂപയൊക്കെ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് എന്ത് തേങ്ങയാണ് കാണാനുള്ളത്, അതിന് മാത്രമൊന്നും കാണാനൊന്നുമില്ലല്ലോ, 3-4 പൂമ്പാറ്റയുണ്ട്, അല്ലാതെ എന്താ ഉള്ളത്, വെറുതെ പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ല ക്ഷമയുണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ലപോലെ ബട്ടർഫ്ലൈസിനെ നോട്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ ഇതിനൊരു താല്പര്യവും വേണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, കാണാനൊന്നും തോന്നൂല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിന് പിടിക്കാനോ തൊടാനോ ഒന്നും പറ്റില്ല കേട്ടോ, അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിടിക്കുകയോ തൊടുകയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ ചീത്ത പറയാൻ തുടങ്ങും. പിന്നെ ഫോട്ടോ ഒന്നും എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വീഡിയോയിലാണെങ്കിൽ പൈസ കൊടുക്കണം, 250 രൂപയാണെന്ന് തോന്നുന്നു വീഡിയോ ക്യാമറ അലോ ചെയ്യണമെങ്കിൽ. നമുക്ക് ഫോണിൽ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം, ആരും ഒന്നും പറയുമൊന്നുമില്ല. പക്ഷെ ചില സെക്യൂരിറ്റിക്കാരാണെങ്കിൽ പറയും എടുക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ചെല്ലുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പേ ചെയ്തിട്ടാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഒരു മഞ്ഞ ബട്ടർഫ്ലൈസിനെയൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ല, എൻ്റെയൊക്കെ വീടിൻ്റെ സൈഡിലുള്ള ചെമ്പരത്തിയിലൊക്കെ ഞാൻ ഇഷ്ടപ്രകാരം കണ്ടിട്ടുണ്ട് ഈ ഒരു മഞ്ഞ ബട്ടർഫ്ലൈസിനെ. നല്ല ക്യൂട്ടല്ലേ, ചെറുതാണ്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബട്ടർഫ്ലൈനെക്കാട്ടും വളരെ സൈസ് കുറവുള്ളൊരു ബട്ടർഫ്ലൈ ആണ് ഈ യെല്ലോ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് കണ്ടോ, ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിലാണ്, ഒരു വെൽവെറ്റി ഷെയ്ഡാണ്. നല്ല രസമില്ല കാണാനായിട്ട്. പക്ഷേ അതിൻ്റെ തൂവലൊക്കെ പോയി, ഒരു പ്രായമായ അപ്പൂപ്പൻ്റെ പോലെയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ തൂവലെല്ലാം കൊഴിഞ്ഞ്, തൂവലല്ല അതിൻ്റെ ഒരു ഇത് സംഭവം എന്തായാലും പറയാം, അതെല്ലാം കൊഴിഞ്ഞ് ഒരു പതുങ്ങി അതിനെ തൊട്ട് നോക്കുകയാണേ. പക്ഷെ അതിന് നല്ല ധൈര്യം കേട്ടോ, ഞാൻ തൊട്ടിട്ടും അത് പോകുന്നേയില്ല. നോക്ക് പറക്കുന്നുണ്ടോ നോക്ക്. ഞാനത് പറക്കാലോ, അത് പറക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം ഞാൻ എത്ര തൊട്ടിട്ടും അത് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എന്നെക്കാട്ട് ധൈര്യശാലിയാണ് മൂപ്പര്. പിന്നെ ഫ്ലവേഴ്സ് വളരെ കുറവായിരുന്നു. ആക്ച്വലി ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിലാണ് ഇത് നല്ല മാതിരി ഉണ്ടാവുക. അവർ ഇതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണല്ലോ ഇങ്ങനെ റോം ചെയ്ത് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും ഇഷ്ടപ്പെടാം. പിന്നെ നല്ലൊരു രീതിയിലല്ല അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു രീതിയിലെന്ന് വെച്ചാൽ ഒരു ഇതുണ്ടാവും, കാട് പിടിച്ച അവസ്ഥയാണ്. നല്ലപോലെ വെട്ടി ഒതുക്കി പൂക്കളൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഗ്രൂം ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നമുക്ക് നല്ലപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുമായിരുന്നു. പക്ഷേ ഇത് ഒരുമാതിരി കാട് പിടിച്ച പോലെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെടികൾ കുത്തിപ്പറക്കി വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ലപോലെ അടുക്കും ചിട്ടയിലൊക്കെ ചെടികൾ
വെട്ടി നിർത്തുകയൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നല്ലപോലെ വെട്ടി നിർത്തിയിട്ടൊന്നുമില്ല, ചുമ്മാ എന്തൊക്കെയോ ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് ഒരുമാതിരി കാട് പിടിച്ച പോലെ അവസ്ഥയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ചെമ്പരത്തി വരെ ഉണ്ട്, നാടൻ ചെമ്പരത്തിയാണ്. അയ്യോ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സിബിഷൻ ഇതിലേക്ക് കയറാം. അതിൻ്റെ ഉള്ളിലൊരു മണ്ണാങ്കട്ടി ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. പിന്നെ ചിലവർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. എനിക്ക് ഈ എക്സിബിഷനിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ താല്പര്യമുള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പോഴേക്കും ബോളൊക്കെ ഉറങ്ങി വീട് പിണ്ടിയായി. അതുകൊണ്ട് മോളനെ എടുത്തുകൊണ്ടാണ് പിന്നെ നടക്കേണ്ടി വന്നത്. അങ്ങനെ ഇത് അവർ എങ്ങനെയാണ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ രൂപത്തിലാക്കുന്നത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എക്സിബിഷൻ ഹാള്. ഇതിൽ എങ്ങനെയൊക്കെയാണ് ബട്ടർഫ്ലൈസ് ഉള്ളത്, ഏതൊക്കെ തരം ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ കാണുന്നത്, കണ്ടുവരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വളർച്ച, എത്ര വർഷം വരെ അത് ജീവിക്കും, അതിൻ്റെ കാലഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഓരോ സ്റ്റേജസ് എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി അവർ ഫോട്ടോഗ്രാഫ്സിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയില്ല. ഇതിങ്ങനെ ഭിത്തിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വേണമെങ്കിൽ കാണാം, വേണമെങ്കിൽ കാണണ്ട, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ചില്ലുകൂട്ടിലാക്കിയിട്ട് കുറേ ബട്ടർഫ്ലൈസിൻ്റെ അതായത് അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പല സൈസിൽ, പല വലിപ്പത്തിൽ, പല സ്റ്റേജസിൽ. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. എങ്ങനെയാണ് ഇവരുടെ ആ ഒരു സ്കെൽട്ടൺ ഉണ്ടാവുക, അപ്പോൾ സ്കെൽട്ടണിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇവരുടെ എല്ലും കാര്യങ്ങളൊക്കെ. നമ്മുടെയൊക്കെ സ്കെൽട്ടൺ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബട്ടർഫ്ലൈസിനൊക്കെ സ്കെൽട്ടൺ നമുക്ക് കാണാനൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതൊക്കെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ഒരു ഭാഗം ഞാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോളും അതിൽ ഇങ്ങനെ കളിക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ അല്ലാതെ കാര്യമായിട്ട് എന്തെങ്കിലും കാണാണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് ശേഷം ഞങ്ങൾ സൂയിലും പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.